IAS ദിവ്യ വളരെ മോശമായ രീതിയിൽ ക്രിസ്തുവിനെ ആക്ഷേപിച്ചുകൊണ്ട് നടത്തിയൊരു വായ്പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പലപ്പോഴും പലവിധ ചേഷ്ടകൾ കൊണ്ടും പലവിധ വിവരക്കേട് പറഞ്ഞും എപ്പോഴും വിവാദം സൃഷ്ടിച്ച് വൈറലാകാനുള്ള ശ്രമം നടത്താറുണ്ട്. എങ്ങനെ വൈറലാകാനുള്ള ശ്രമത്തിനിടയിൽ ഇത്ര തറവേല അവർ ചെയ്യുമെന്ന് വിചാരിച്ചില്ല. അവർ ഹൈന്ദവ വിശ്വാസിയായിരിക്കെ ക്രൈസ്തവ വിശ്വാസികൾ ആരാധിക്കുന്ന ദൈവത്തെ ആക്ഷേപിച്ചുകൊണ്ട് പാട്ടെഴുതുക ശിക്ഷാർഹമായ തെറ്റാണ് നിയമപരമായി അവർ ചെയ്തിരിക്കുന്നത്. ജില്ലാ കളക്ടറും ജില്ലാ മജിസ്ട്രേറ്റ് വരുന്ന ആളാണ്. ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി മതവികാരം വ്രണപ്പെടുത്തുന്ന ശിക്ഷാർഹമായ കുറ്റം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ പീനൽ കോഡ് IPC 295 സെക്ഷൻ A അനുസരിച്ച് 3 വർഷം കഠിന തടവും ഫൈനും അല്ലെങ്കിൽ രണ്ടും കൂടി അനുഭവിക്കാവുന്ന തെറ്റാണ് അവർ ചെയ്തിരിക്കുന്നത്. BNS വകുപ്പ് BNS 299 അനുസരിച്ചും കടുത്ത ശിക്ഷ അർഹിക്കുന്ന തെറ്റാണ് അവർ ചെയ്തിരിക്കുന്നത്. എങ്ങനെ വൈറലാകാനുള്ള ശ്രമത്തിൽ ഒത്തിരി പേരിങ്ങനെ വൈറലാവുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന സ്ഥിതിക്ക് തനിക്കും ഒന്ന് വൈറലാകണമെന്ന ഉദ്ദേശത്തിൽ ഇങ്ങനെയൊക്കെ മതവികാരം വ്രണപ്പെടുത്തുന്ന രീതിയിൽ ആക്ഷേപിക്കുന്നവർ അതിൽ ആനന്ദം കണ്ടെത്തുന്നത് എന്തൊരു മനോവൈകല്യമാണ്. അറിവില്ലാത്തവരല്ലല്ലോ. നിയമം നടപ്പിലാക്കേണ്ട മജിസ്ട്രേറ്റ് ആയിരുന്ന ആളാണ്, ജില്ലാ മജിസ്ട്രേറ്റ് ആയിരുന്ന ആളാണ്. ഇനി ഈ ചെയ്തിരിക്കുന്ന വായ്പാട്ടോ കവിതയുടെ നിലവാരത്തിനുള്ളതല്ലത്, അതൊരു വായ്പാട്ടാണ്. ആ പാട്ടിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ക്രിസ്തു കറുത്ത വർഗ്ഗക്കാരനായിരുന്നു, അതിന് 3 തെളിവുകളുണ്ട്. യേശുക്രിസ്തു സ്ത്രീ ആയിരുന്നു, അതിന് 3 ശക്തമായ തെളിവുകളുണ്ട്. ഇതെന്തൊക്കെയാണ് ഇവർ പറയുന്നത്? യേശുക്രിസ്തു ചരിത്ര പുരുഷനാണ്. AD BC എന്ന് ക്രിസ്തുവിന് മുമ്പ് ക്രിസ്തുവിന് ശേഷം എന്ന് ചരിത്രത്തെ വിഭജിച്ച വിഷയത്തിൽ കാരണഭൂതനായ വ്യക്തി ചരിത്ര വ്യക്തിയല്ലേ? പ്രബലമായൊരു മതവിഭാഗത്തിലുള്ള അനേകരെ വിഷമിപ്പിക്കുന്ന മതവികാരം വ്രണപ്പെടുത്തുന്ന ഒരു വായ്പാട്ട്, വിവരമില്ലാത്തൊരു വായ്പാട്ട് അവരെഴുതിയത് ഒട്ടും ശരിയായില്ല. ഒത്തിരി വിവരക്കേടാ പുലമ്പിയിരിക്കുന്നതിനകത്ത് മൊത്തം. ഒരു കവിതയുടെ നിലവാരമൊന്നുമില്ല, വെറും വിവരക്കേട് പുലമ്പിയിരിക്കുക. ഇപ്പോൾ വായി വരുന്നത് കോതയ്ക്ക പാട്ട് എന്ന പഴഞ്ചൊല്ലൊക്കെ വായി വരുന്നത് ദിവ്യയ്ക്ക് പാട്ട് എന്ന പഴഞ്ചൊല്ലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നാട്ടിൻപുറത്തൊക്കെ ഷാപ്പുകളിൽ ഈ കുടിയന്മാരിരുന്ന് പാട്ട് ചമച്ചുണ്ടാക്കും പോലത്തെ വിവരദോഷമൊക്കെയാണത്. പാട്ടെന്ന് പറയാൻ പറ്റില്ലത്. ഏതായാലും പതിവായിട്ട് കള്ളുഷാപ്പുകളിൽ സ്റ്റാറായിരിക്കുന്ന കുടിയന്മാർക്കൊക്കെ ഇപ്പം പ്രസക്തി നഷ്ടപ്പെട്ടു. അവരെയൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് നല്ല ഷാപ്പിലിരുന്നുള്ള പാട്ട് ഇവർ പാടിയിരിക്കുന്നത്. എങ്ങനെയും വൈറലാകാൻ മറ്റൊരു വിഷയം കിട്ടാത്തതുകൊണ്ടാണ് ഈ പണിക്ക് പോയത്. ഇതിനേക്കാൾ ഭേദം വേറൊരു പണി ചെയ്യാമായിരുന്നു. ഷാപ്പിന് മുമ്പിൽ റോഡിലൂടെ ആടിയാടി 4 കാലം നടന്നിട്ട് ആ റോഡരികിൽ ഓരം ചേർന്ന് കാലും പൊക്കി കിടക്കുന്നൊരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇത്രയ്ക്ക് താഴൂലായിരുന്നു. ഇതിനേക്കാൾ ഭേദം അതായിരുന്നു. ആദ്യം പ്രതികരിക്കേണ്ടെന്നാണ് വിചാരിച്ചത്. ഇതിനെതിരെ ഒന്നും പ്രതികരിക്കേണ്ട, അവർക്ക് എന്തുവാൻ സമനില തെറ്റിയെന്നാണ് ഞാൻ വിചാരിച്ചത്. അതല്ല, ഈ തൃശ്ശൂർ കേരളവർമ്മ കോളേജിലെ ഒരു ടീച്ചർ സാഹിത്യ മോഷണം നടത്തിയത് തൻ്റെ സൃഷ്ടിയാണെന്നും പറഞ്ഞുകൊണ്ട് മോഷ്ടിച്ച സൃഷ്ടിയിട്ടതൊക്കെ നമ്മൾ കണ്ടതാണ്, ശ്രദ്ധിച്ചതാണ് ഈയിടെ. അവരെയും കടത്തി വെട്ടിക്കൊണ്ട് വില്ലെന്ന് മോഷണമായിരുന്നു നടത്തിയത്. 2021 ജൂലൈ 7-ാം തീയതി ക്രിസ്റ്റിന റോസറ്റ് എന്ന ഒരു വ്യക്തി ഒരു ഇംഗ്ലീഷിൽ കുറച്ച് വരികൾ ഇങ്ങനെ എഴുതിയിട്ടു. അത് കേൾക്കുമ്പോൾ തന്നെ ആൾ നോർമലല്ല എന്നിരുന്ന് ഉപേക്ഷിക്കേണ്ട കാര്യമാണത്. പക്ഷേ അവരെഴുതിയത് ഒരു വരി പോലും തെറ്റാതെ കൃത്യമായി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി എഴുതിയിട്ട് അത് ഇവരുടെ കവിതയായിട്ട് വായ്പായിട്ട് അവതരിപ്പിക്കുക. എന്തൊരു നിലവാരം തോന്നുന്ന അവസ്ഥയാണ്. ഇത്രയ്ക്ക് സാഹിത്യമോഷണം നടത്താൻ മാത്രം ഗതികേട്ടിലായോ ഈ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഈ സ്ത്രീ? അതൊന്ന് കേട്ടു നോക്ക്. കേട്ടു നിൽക്കാൻ പറ്റാത്ത വിവരക്കേടും അത്രമാത്രം അലർജി തോന്നിക്കുന്ന രീതിയിലുള്ള യുക്തി ചേരാത്ത വാക്കുകളും പദപ്രയോഗങ്ങളും എഴുതിയിരിക്കുന്നത്. യേശു ഒരു കറുത്ത വർഗക്കാരനായിരുന്നു എന്നതിന് 3 നല്ല വാദങ്ങളുണ്ട്. 1, അവനെല്ലാവരെയും സഹോദര എന്ന് വിളിച്ചിരുന്നു. 2, അവൻ സുവിശേഷം പറയുവാൻ ഇഷ്ടപ്പെട്ടു. 3, അവന് നല്ല ഒരു വിചാരണ ലഭിച്ചില്ല. പക്ഷേ യേശു ഒരു ജൂതനായിരുന്നു എന്നതിനും 3 തത്തുല്യവാദങ്ങളുണ്ട്. 1, അവൻ അപ്പന്റെ തൊഴിലിൽ ഏർപ്പെട്ടു. 2, അവൻ 32 വയസ്സുവരെ സ്വന്തം വീട്ടിൽ കഴിഞ്ഞു. 3, അമ്മ കന്യകയാണെന്നവനും അവൻ ദൈവമാണെന്നമ്മയും വിശ്വസിച്ചു. പക്ഷേ യേശു ഒരു ഇറ്റലിക്കാരനാണ് എന്നതിനും 3 തത്തുല്യവാദങ്ങളുണ്ട്. 1, അവൻ ആംഗ്യങ്ങൾ കൊണ്ട് സംസാരിച്ചു. 2, ഓരോ ഭക്ഷണത്തിനോടൊപ്പവും അവൻ വീഞ്ഞു കുടിച്ചു. 3, അവൻ ഒലീവെണ്ണ ധാരാളം ഉപയോഗിച്ചു. പക്ഷേ യേശു കാലിഫോർണിയക്കാരനായിരുന്നു എന്നതിനും 3 തത്തുല്യവാദങ്ങളുണ്ട്. 1, അവൻ ഒരിക്കലും മുടി മുറിച്ചില്ല. 2, എല്ലാ സമയവും അവൻ നഗ്നപാതനായി ചുറ്റി നടന്നു. 3,
അവൻ ഒരു പുതിയ മതം തുടങ്ങിവച്ചു. പക്ഷേ യേശു അയർലൻഡുകാരനായിരുന്നു എന്നതിനും 3 തത്തുല്യവാദങ്ങളുണ്ട്. 1, അവൻ വിവാഹമേ കഴിച്ചില്ല. 2, അവൻ എപ്പോഴും കഥകൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. 3, അവൻ പുൽമൈതാനങ്ങളെ സ്നേഹിച്ചു. എന്നാൽ യേശു ഒരു സ്ത്രീയായിരുന്നു എന്നതിന് 3 ശക്തമായ വാദങ്ങളുണ്ട്. ഏതൊക്കെയെന്നോ? 1, തീരെ ഭക്ഷണമില്ലാതിരുന്ന സമയത്ത് ഒരു നിമിഷത്തെ മുന്നറിയിപ്പിൽ ഒരാൾക്കൂട്ടത്തെ അവനൂട്ടേണ്ടി വന്നു. 2, ഒരിക്കലും ഒന്നും മനസ്സിലാവാത്ത പുരുഷാരത്തിനു കുറുകെ സന്ദേശമയക്കുവാൻ അവൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. 3, പണികൾ ചെയ്തു തീർക്കാൻ ബാക്കിയുള്ളതുകൊണ്ട് മരിച്ചിടത്തു നിന്ന പോലും അവൻ എണീറ്റു വരേണ്ടി വന്നു. യേശുവെന്നാൽ യേശു വീഞ്ഞുകുടിയനാണെന്ന് സാധാരണ മദ്യപാനികളെന്ന രീതിയിൽ ആക്ഷേപിക്കപ്പെടുമ്പോഴുള്ള വാക്കാണത്. യഹൂദരുടെ കൾച്ചറനുസരിച്ച് വീഞ്ഞു കുടിക്കുക എന്നുള്ളത് തെറ്റായ കാര്യമല്ലാതെ മറ്റൊന്ന്. പക്ഷേ ഇവിടങ്ങളിലൊക്കെ അത് കള്ളുടിയന്മാരെന്ന് ആക്ഷേപിക്കുമ്പോഴാണ് അത് പദപ്രയോഗം വരുന്നത്. മറ്റൊരു മതത്തിലുള്ള ദിവ്യ ക്രൈസ്തവ മതത്തിലെ ആരാധനാപാത്രമായ ക്രിസ്തുവിനെ ആക്ഷേപിച്ചു തികച്ചും തെറ്റാണ്. പണിഷബിൾ ഒഫൻസാണ്. IPC 295 സെക്ഷൻ A പ്രകാരവും BNS 299 അനുസരിച്ചും തെറ്റാണ്. അതിനെതിരെ കേസെടുത്തേ പറ്റുള്ളൂ സർക്കാർ. ഇനിയും ആർക്കും വഴിയെ പോകുന്ന ആർക്കും ഏത് വിവരക്കേടും ക്രിസ്തുവിനെതിരെ പുലമ്പാൻ കഴിയില്ല. ഉന്നത സ്ഥാനത്തിരിക്കുന്നവർക്ക് ഒട്ടും പാടില്ല. അതുകൊണ്ട് ഇത് ശരിയായ രീതിയിൽ കേസെടുത്ത് മുഖ്യമന്ത്രിയുടെ ആളായാലും അതിനെതിരെ കേസെടുത്തേ പറ്റൂ. ഒട്ടും വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല. കാരണം ഇവർ അത്ര ഉന്നത സ്ഥാനത്തിരിക്കുന്ന ജില്ലാ കളക്ടറും ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റുമാരെന്ന ആളാണ്. നിയമമനുസരിച്ച് വിധിച്ചിരുന്ന ആളാണ് ഈ നിയമലംഘനം നടത്തിയിരിക്കുന്നത്. ക്രിമിനൽ ഒഫൻസാണിത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.